നമുക്കിന്ന് തമിഴ്നാട്ടിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി ഉണ്ടാക്കാം. ഇത് നമ്മുടെ മലബാർ ബിരിയാണിയായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. സവാളയൊന്നും അരിഞ്ഞ് കഷ്ടപ്പെടേണ്ട. ഇതിന് വേണ്ടത് ഹോൾ മസാലാസാണ്. നമ്മുടെ തക്കോലം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജാതിപത്രി. ഇത് കൽപ്പാസി എന്ന് പറയുന്നൊരു ഐറ്റമാണ്. അത് തമിഴ്നാട് ബിരിയാണിയിലൊക്കെ യൂസ് ചെയ്യുന്നൊരു ഐറ്റമാണ്. അതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിടുമ്പോൾ വേറൊരു ഫ്ലേവർ വരും. ഇനി ഒരു ടീസ്പൂണോളം പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, നല്ല ജീരകം എടുത്തിട്ടുണ്ട്, കുരുമുളക് എടുത്തിട്ടുണ്ട്, ബേ ലീവ്സ് ഉണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പട്ട ഒരു 6 പീസോളം എടുത്തിട്ട് വലിയ പീസ് എടുത്തിട്ട് മുറിച്ചാണ് ഇട്ടിരിക്കുന്നത്. പട്ടയുടെ ഫ്ലേവറാണ് ഇതിന് മുന്നേ നിൽക്കുന്നത്. ജാതിപത്രി ഒരെണ്ണം, ഏലക്ക ഒരു 7-8 എണ്ണം ഇട്ടിട്ടുണ്ട്, തക്കോല ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ ഓരോ ടീസ്പൂൺ വെച്ചിട്ട് പെരിഞ്ജീരകവും നല്ല ജീരകവും ഇട്ടിട്ടുണ്ട്. കൽപ്പാസി ഒരു 2-3-4 പീസ് ഇട്ടിട്ടുണ്ട്. ബേ ലീഫും കൂടി ഇട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. 1 കിലോ ചിക്കനും ഒരു 4 കപ്പ് റൈസും വെച്ചിട്ടുള്ളൊരു മെഷർമെൻറ്റാണ് ഞാനിവിടെ പറയുന്നത്. വേണ്ടത് ചുവന്നുള്ളി, വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റംസാണ്. അപ്പോൾ ഒരു ചുവന്നുള്ളി ഒരു 250 ഗ്രാമോളം എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഒരു 10 പീസോളം, ഇഞ്ചി ഒരു 4 ഇഞ്ച്, പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഞാനൊരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്യൂ ഒരു കൈപ്പിടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. 2 മസാലയാണ് ഇതിൻ്റെ ബേസ്. ഇനി ഉള്ളി വഴറ്റുന്ന പരിപാടിയോ തക്കാളിയുടെ പരിപാടിയോ ഒന്നുമില്ല. ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള മസാലാസ് 2 റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കുക്ക് ചെയ്യുന്ന പരിപാടിയിലേക്ക് കടക്കാം. ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4 കപ്പ് റൈസ് 15 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം കഴുകി ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ജീരകശാല അരിയാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ റൈസ് ഏതായാലും മതി, ചെറിയ റൈസാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അടി കട്ടിയുള്ള പാത്രം വെക്കുക, ഗ്യാസിലേക്ക് വെക്കുക. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാലകളൊക്കെ ഇതിലേക്ക് ഇടണം. ആദ്യം പച്ച മസാല അരച്ചു വെച്ചിട്ട് അതൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കുക. അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമ്മുടെ മസാല പൊടിച്ചു വെച്ചിരിക്കുന്ന ഹോൾ മസാലാസ് ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഒന്ന് ചേർന്ന് കുറച്ച് നേരം കിടക്കട്ടെ. ഇതിലേക്ക് പൊടികളിടാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവയാണ് ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ 1 കിലോ ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പോളം തൈര് യൂസ് ചെയ്യുന്നുണ്ട്. ആ തൈരും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യണം. ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാം. കൂടി കുറച്ച് സമയം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. എന്നിട്ട് നമ്മളൊരു 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 4 കപ്പ് അരിക്ക് 8 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഇതിൻ്റെ പകുതി വെള്ളം, അതായത് 4 കപ്പ് വെള്ളം ഇപ്പോൾ ഈ ചിക്കനിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ചിക്കൻ വേവാനായിട്ട് വെക്കാം. ഒരു 4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് ചിക്കൻ വേവാനായിട്ടൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. ചിക്കൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള 4 കപ്പ് വെള്ളം കൂടി ഒഴിക്കണം. അതും ഞാൻ ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് കഴുകി വെച്ചിരിക്കുന്ന 4 കപ്പ് അരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നാരങ്ങാനീരും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പ് ടെസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിടാവുന്നതാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ച് വെച്ച് ഒരു വെയിറ്റ് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഇത് അടി പിടിക്കുമോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുകയോ ആവശ്യത്തിന് വെള്ളം വല്ലതും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എല്ലാം കറക്റ്റായിട്ട് തന്നെ വരും. നെയ്ച്ചോറൊക്കെ കുക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം, അല്ലെങ്കിൽ കപ്സ അങ്ങനെയൊക്കെ കുക്ക് ചെയ്യുന്നവർക്കറിയാം. ആ ഒരു പരുവത്തിലാണ് ഇത് കിട്ടുക. അപ്പം 20 മിനിറ്റിൻ്റെ ഇടയിൽ ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ കുറച്ചുകൂടെ വെള്ളം വറ്റി വരാനുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇറച്ചിയും ചോറൊക്കെ നന്നായിട്ട് വെന്ത് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തലപ്പാക്കട്ടി ബിരിയാണി റെഡിയാണ്. ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി എന്നതിന് പേര് വരാൻ കാരണം തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ എന്നുള്ള സ്ഥലത്ത് നായിഡു എന്ന് പറയുന്നൊരു
ആളാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പുള്ളിക്കൊരു തലപ്പാക്കെട്ടുണ്ടായിരുന്നു, അതാണ് ആ തലപ്പാക്കട്ടി എന്നൊരു പേര്. അത് ഒരു ചെറിയ കടയിൽ തുടങ്ങി, അത് ഭയങ്കര ഫേമസ് ആയി. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഷോപ്പുകളുണ്ട്. ഒരു വെറൈറ്റിക്ക് ഇടയ്ക്ക് ഈ ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി ഒന്ന് ട്രൈ ആക്കി നോക്കൂ.